ഹലോ, നമുക്കൊരു ലൈവ് പോയാലോ? ഒരു ടുഗദർ ലൈവ്. അപ്പൊ ടുഗദർ ലൈവ് എങ്ങനെയാണ് പോകുന്നത് എന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പൊ സമയം കളയണ്ട, വേഗം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, ആദ്യം നമ്മളെ ചാനൽ ഓപ്പൺ ചെയ്തിട്ട് താഴെ കാണുന്ന പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതിൽ ലൈവ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ സ്ക്രീനിൽ നമ്മൾ തെളിഞ്ഞു വരുന്നത് കാണാം. അതിനുശേഷം ഈ സൈഡിൽ കാണുന്ന പെൻസിൽ ഐക്കൺ, അത് എഡിറ്റ് ചെയ്യുന്നൊരു ഓപ്ഷനാണ്, അതിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ പെൻസിൽ ഐക്കൺ കൊടുത്തിട്ട് നമുക്ക് തംബ്നെയിൽ സെറ്റ് ചെയ്യാം. തംബ്നെയിൽ നമ്മൾ ആദ്യം എടുത്തു വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ഗാലറിയിൽ നിന്ന് നമുക്ക് തംബ്നെയിൽ സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ തംബ്നെയിലൊന്നും സെറ്റ് ചെയ്യുന്നില്ല. പിന്നെ നമുക്ക് വേണ്ടത് നല്ലൊരു ടൈറ്റിലാണ്. ഈ ടൈറ്റിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് വേറൊരു നല്ലൊരു ടൈറ്റിൽ കൊടുക്കാം. ഇപ്പോൾ തൽക്കാലം സ്വാഗതം എന്നാണ് ഒരു ടൈറ്റിൽ കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ സാധാരണ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന പോലെ തന്നെ മെഡ് ഫോർ കിഡ്സ് ആണോ എന്നുള്ളതൊക്കെ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു ടൈറ്റിൽ കോപ്പി ചെയ്തിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലേക്ക് പേസ്റ്റ് ചെയ്യുക. അതിന് താഴെ നമ്മളെ ലൈവിന് പറ്റിയൊരു ക്യാപ്ഷൻ എന്തെങ്കിലുമൊക്കെ ഒന്നും കൂടിയൊക്കെ ചേർക്കുന്നത് നല്ലതാണ്. പിന്നെ കുറച്ച് കീവേഡ്സ് ഒക്കെ കൊടുക്കുന്നത് നല്ലതാണ്. ഞാനിപ്പോൾ തൽക്കാലം 2 കീവേഡ്സ് മാത്രമാണ് കൊടുക്കുന്നത്. ഞാനിവിടെ കൊടുക്കുന്നത് ഇപ്പോൾ ഈ ഒരു 2 കീവേഡ്സ് ആണ്. ലൈവ് സ്ട്രീം, ലൈവ് എന്നുള്ള 2 കീവേഡ്സ് ആണ് കൊടുക്കുന്നത്. പിന്നെ അതിനുശേഷം നമ്മൾ ഗോ ടു ടുഗദർ ലൈവ് എന്നുള്ളത് സെലക്ട് ചെയ്യുക, അത് എനേബിൾ ആക്കി കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. ബാക്കിയുള്ള സെറ്റിംഗ്സ് ഒക്കെ ഓക്കെ ആണെന്ന് ഒന്നുകൂടി ചെക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. പിന്നെ അതിനുശേഷം വരുന്ന പേജിൽ നമ്മൾ ഈ മുകളിൽ കാണുന്ന കോപ്പി ഇൻവൈറ്റ് ലിങ്ക്, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ലിങ്ക് നമുക്ക് കോപ്പി ആവുന്നതാണ്. അതിനുശേഷം നമ്മൾ ബാക്ക് പോവുക, വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ടുഗദർ ലൈവ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഒരു സ്ക്രീനിൽ നമ്മളെ കാണാം, അടുത്ത സ്ക്രീനിൽ വെയിറ്റ് ഫോർ ഗസ്റ്റ് കാണിക്കും. അപ്പോൾ ഗോ ലൈവ് കൊടുക്കാതെ ഈ ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യും. ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ താഴെ കാണുന്ന ക്രിയേറ്റ് പോസ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ തംബ്നെയിലൂടെ വരുന്നത് കാണാം. മുകളിലായിട്ട് ലിങ്ക് പോസ്റ്റ് ചെയ്യാനുള്ള ഒരു ഏരിയ കാണും. അവിടെ നമ്മൾ ലിങ്ക് പോസ്റ്റ് ചെയ്യുക. മുകളിൽ കാണുന്ന പോസ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ലൈവ് റെഡി ആയി കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ഗോ ലൈവ് കൊടുക്കുന്നതോട് കൂടി നമ്മുടെ ടുഗദർ ലൈവ് സ്റ്റാർട്ട് ആയി കഴിഞ്ഞു. അപ്പം നമുക്ക് ഗസ്റ്റിന് നേരെ നമ്മുടെ പോസ്റ്റിൽ പോയി കഴിഞ്ഞാൽ ലിങ്ക് കിട്ടുന്നതാണ്. നേരെ നമ്മുടെ ടുഗദർ ലൈവിലേക്ക് അവർക്ക് കയറാനും സാധിക്കും.